നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിൽ സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ലോനപ്പൻ്റെ മാമോദിസ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റിവ്യൂ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ലിയോ സംവിധാനം ചെയ്തിട്ടുള്ള ലോനപ്പൻ്റെ മാമോദിസ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ടൈറ്റിൽ കഥാപാത്രമായിട്ടുള്ള ലോനപ്പനായിട്ട് നമ്മുടെ ജയറാമേട്ടൻ വരുന്നു. അതുപോലെ തന്നെ ലിച്ചി ഉണ്ട്, ശാന്തി കൃഷ്ണൻ ഉണ്ട്, ജോജോ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ദിലീഷ് പോത്തനുണ്ട്, കനിഹ ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയൊരു താരനിരയുള്ള ഒരു സിനിമയാണ് ലോനപ്പൻ്റെ മാമോദിസ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫാമിലിക്ക് കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ജയറാമേട്ടൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു സിനിമയാണ് ലോനപ്പൻ്റെ മാമോദിസ. കണ്ട സമയത്ത് അത്യാവശ്യം ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ പോരായ്മകൾ സിനിമയ്ക്കകത്തുണ്ടെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന, ഫാമിലിക്ക് കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലോനപ്പൻ്റെ മാമോദിസ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം തൃശ്ശൂരാണ്. അപ്പോൾ സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ തൃശ്ശൂർ ഭാഷയാണ് സംസാരിക്കുന്നത്. സിനിമയുടെ ഒരു ആദ്യ പകുതിയിലേക്ക് കടക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള കഥയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആദ്യ പകുതി നമുക്ക് ബോറടിക്കാതെ കണ്ടിരിക്കാം. പിന്നെ അതിനകത്ത് എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്, ഈ തൃശ്ശൂർ ഭാഷ ജയറാമേട്ടനും അതുപോലെ തന്നെയുള്ള ബാക്കിയുള്ള താരങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊരു മിമിക്രി പോലെ കുറച്ച് സമയം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു തുടക്കത്തിൽ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് അത് തോന്നിയിരുന്നു. പിന്നീട് സിനിമ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സിനിമയുടെ ഒരു ആദ്യ പകുതിയിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കഥയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കണ്ടിരിക്കാം, ഒട്ടും ബോറടിക്കില്ല. സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്ന സമയത്ത് സിനിമ അതേ രീതിയിൽ തന്നെ പോകുന്നു. പിന്നെ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള മൂഡിലേക്ക് സിനിമ മാറുകയാണ്. അവിടെ തൊട്ട് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അവസാന രംഗങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ കുറച്ച് വലിച്ചു നീട്ടൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ, അതായത് കഥ പറയുന്ന കുറേ രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ലെങ്ത്ത് കുറയ്ക്കാമായിരുന്നു തോന്നും. അപ്പോൾ കുറച്ച് ഒരു സെക്കൻഡ് ഹാഫിൻ്റെ അകത്ത് കുറച്ചൊരു ഭാഗം കുറച്ച് ലാഗ് അടിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകർക്ക് നന്നായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെടും. അതായത് ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു ഫീൽ ഗുഡ് ഇനത്തിൽപ്പെടുന്ന സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. ഞാൻ അത്തരം സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ലോനപ്പൻ്റെ മാമോദിസ തോന്നിയിട്ടുള്ളത്. സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ശരാശരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് സംവിധായകൻ്റെ ഒരു മികവ് പ്രത്യേകിച്ച് എവിടെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ക്യാമറ വിഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ക്യാമറയ്ക്കകത്ത് മൂവിങ് ഷോട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ക്യാമറ ജർക്ക് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അത് കണ്ണിന് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നും. പക്ഷേ ഈ സിനിമയ്ക്കകത്തുള്ള ഗാനങ്ങളൊക്കെ നന്നായിരുന്നു. അതായത് നമ്മൾ തിയേറ്റർ വിട്ടിറങ്ങുന്ന സമയത്തും പലരും പാടിക്കൊണ്ടാണ്, സിനിമയുടെ ഒരു ചെറിയൊരു പോർഷൻ പാടിക്കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് നന്നായിട്ട് നമ്മുടെ മനസ്സ് തങ്ങി നിൽക്കുന്ന തരത്തിലായിരുന്നു. അത് ബാക്ക്ഗ്രൗണ്ടിലും കുറേ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഗാനങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ബാക്കി ടെക്നിക്കൽ വശങ്ങളൊക്കെ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താരങ്ങളുടെ പ്രകടനങ്ങളൊന്നും അത്ര എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒന്നല്ലായിരുന്നു. പക്ഷേ ജയറാമേട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രം നന്നായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് ദിലീഷ് പോത്തൻ്റെ കഥാപാത്രം ഇഷ്ടമായി, ശാന്തി കൃഷ്ണയുടെ കഥാപാത്രം ഇഷ്ടമായി. ബാക്കിയുള്ളവരൊക്കെ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഐക്യു മീഡിയ മലയാളം ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 2.75 ഔട്ട് ഓഫ് 5 ആണ്. ഏതായാലും സിനിമ കുടുംബ പ്രേക്ഷകർക്ക് തിയേറ്റർ പോയിട്ട് കാണാം. ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും എന്തായാലും സിനിമ ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.